नमः विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणी सूर्यवाणी पाश्चात्यादिशतारिणी। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे हरे राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय गौरनिताय गौरनिताय जय गौरनिताय जय गौरनिताय निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल। जय राधा माधवा कुंज बिहारी जय गोपी जना वल्लभा गिरधारी जय गोपी जना वल्लभा गिरधारी यशोदानंदना भजनवंदना यशोदानंदना भजनवंदना वनचारी यमुना वनचारी जयवाधा माधवा कुंज बिहारी
Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shivasari Gaur Bhaktavinda. Hare Krishna 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 Hare 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 Rama 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 Hare Hare. Hare Krishna कैसा लगा? Hare Krishna 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 Hare 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 Rama 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 Hare Hare. Hare Krishna 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 Hare 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 Rama 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 Hare Hare. Jaya Prabhu Bada Jaya Prabhu Bada Jaya Prabhu Bada Dila Prabhu Bada Jaya Guru Deva Jaya Guru Deva Jaya Guru Deva Dila Guru Deva. Nidagura Hari Bol Hari Bol Hari Bol Nidagura Hari Bol. Mari രണ്ട് കസേര വന്നിട്ടുള്ളൂ. മാറ്റി നിൽക്കും ഇങ്ങനെ രണ്ട് കസേര അവിടെ നിർത്താം. ആ ചോമ്പ് കസേര മണി ഇവിടെ നോക്കുന്നു. നല്ല സൗന്ദര്യമുള്ള കസേര ഇട്ട് കൊടുക്കും. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 15 പുരുഷോത്തമ യോഗം ശ്ലോകം 6 ആറാമത്തെ ശ്ലോകം. എടുത്തോ 15-6. ഹരേ കൃഷ്ണ. ലബ്ധാസയതേ സൂര്യോ ശശാങ്കോ ന പാവകാ യദ്ഗത്വാ ന നിവർത്തന്തെ ധർത്താമാ പരമം മമ ന തദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകാ
യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമാ പരമം മമ നദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമാ പരമം മമ भासयते सूर्यो शशांको न पावकः यद्गत्वा न निवर्तन्ते धाम परमं मम न तद्भासयते सूर्यो न शशांको न पावकः यद्गत्वा न निवर्तन्ते धाम परमं मम नदद्भासयते सूर्यो न शशांको न पावकः धाम परमं मम नदद्भासयते सूर्यो न शशांको न पावकः यद्गत्वा न निवर्तन्ते तद्धाम परमं मम नदद्भासयते सूर्यो न शशांको न पावकः यद्गत्वा न निवर्तन्ते तद्धाम परमं मम न शशांको न पावकः यद्गत्वा न निवर्तन्ते तद्धाम परमं मम नदद्भासयते सूर्यो न शशांको न पावकः यद्गत्वा न निवर्तन्ते तद्धाम परमं मम नदद्भासयते सूर्यो न शशांको न पावकः यद्गत्वा न निवर्तन्ते तद्धाम परमं मम नदद्भासयते सूर्यो यद्गत्वा न निवर्तन्ते तद्धाम परमं मम नदद्भासयते सूर्यो न शशांको न पावकः यद्गत्वा न निवर्तन्ते तद्धाम परमं मम नदद्भासयते सूर्यो न शशांको न पावकः यद्गत्वा न निवर्तन्ते तद्धाम परमं मम വാക്കർത്ഥം ദയവായി ഏറ്റു ചൊല്ലുക. തത് അതിനെ സൂര്യൻ ന ഭാസയതേ പ്രകാശിപ്പിക്കുന്നില്ല. ശശാങ്കൻ ന പ്രകാശിപ്പിക്കുന്നില്ല. പാവകനും ന പ്രകാശിപ്പിക്കുന്നില്ല. യാതൊന്നിനെ ഗമിച്ചിട്ട് ന നിവർത്തന്റെ തിരിച്ചു വരുന്നില്ല. അത് മമ എന്റെ പരമമായ ധാമമാകുന്നു. വിവർത്തനം ജ്യേഷ്ഠ പ്രഭുപ്പാണ്. പരമമായ എന്റെ ആവാസസ്ഥാനത്ത് സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചവും വീശുന്നില്ല. അവിടെ ചെന്നെത്തിയവർ ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരില്ല. ഭാവാർത്ഥം ജ്യേഷ്ഠ പ്രഭുപ്പാണ്. പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ വാസസ്ഥാനത്തെ ഗുരുകളുണ്ടാകണമെന്ന കൃഷ്ണലോകത്തെ ഇവിടെ വർണ്ണിക്കുന്നു. പല വ്യോമത്തിൽ സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം പരത്തേണ്ട ആവശ്യമില്ല. അവിടെ എല്ലാ ഗ്രഹങ്ങളും സ്വയം പ്രകാശങ്ങളത്രേ.
ഈ വിശ്വത്തിൽ സൂര്യന് മാത്രമേ സ്വയം പ്രകാശമുള്ളൂ. പരവ്യോമത്തിലെ എല്ലാ ഗ്രഹങ്ങളും സ്വയം പ്രകാശിതങ്ങളാണ്. വൈകുണ്ഠങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങളുടെ ഉജ്ജ്വല പ്രകാശമാണ് പരവ്യോമം. ഇത് ബ്രഹ്മജ്യോതി എന്നറിയപ്പെടുന്നു. വാസ്തവത്തിൽ ഈ പ്രഭാപൂരം പൊഴിയുന്നത് കൃഷ്ണലോകം എന്ന ഗോലോക വൃന്ദാവനത്തിൽ നിന്നാണ്. ഈ പ്രഭാപൂരത്തിന്റെ ഒരു ഭാഗം മഹത്തത്വം എന്ന ഭൗതിക പ്രപഞ്ചത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വെട്ടിത്തലം എന്ന ഭൂരിഭാഗവും വൈകുണ്ഠം എന്നറിയപ്പെടുന്നു. ആധ്യാത്മിക ലോകങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഇവയിൽ സുപ്രധാനമാണ് ഗോലോക വൃന്ദാവനം. ഇരുളടഞ്ഞ ഈ ഭൗതിക ലോകത്തിൽ ജീവസത്തയുടെ ജീവിതം ബദ്ധമാണ്. കീഴ്മേലായി നിൽക്കുന്ന ഈ മായാവൃക്ഷത്തെ ഛേദിച്ച് പരമയോമത്തിലെത്തിയാൽ അയാൾ മുക്തനായി. പിന്നെ തിരിച്ചു വരുന്ന പ്രശ്നമേ ഇല്ല. ബന്ധനാവസ്ഥയിലിരിക്കെ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഉടമയെന്ന് അഭിമാനിച്ചാലും സ്വതന്ത്രാവസ്ഥയിൽ ആത്മാവ് ആധ്യാത്മിക സാമ്രാജ്യത്തിലെത്തി ഭഗവാന്റെ സഹചാരിയായിത്തീരുന്നു. ശാശ്വതാനന്ദവും ശാശ്വത ജീവിതവും പൂർണ്ണജ്ഞാനവും നേടുന്നു. ഈ അറിവുകൊണ്ട് നാം പ്രചോദിതരാകുന്നു. ഇതറിഞ്ഞ ഒരാൾക്ക് സത്യത്തിന്റെ തെറ്റായ പ്രതിച്ഛായയിൽ നിന്ന് സ്വയം പുറത്തു കടന്ന് ശാശ്വത ലോകം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടാവും. ഭൗതിക ലോകത്തോട് അതിയായ ആസക്തി ഉണ്ടെങ്കിൽ അത്ര വേഗം അതിനെ വിട്ടൊഴിയാനാവില്ല. കൃഷ്ണാബോധ പ്രവർത്തനം കൊണ്ട് ക്രമേണ വിരക്തി വരാനുള്ള സാധ്യതയുണ്ട്. കൃഷ്ണാബോധമുള്ള ഭക്തന്മാരുമായി സഹവസിക്കുകയും അത്തരമൊരു സമൂഹത്തെ തേടി കണ്ടെത്തുകയും വേണം. അങ്ങനെ ഭക്തിയുള്ള ഭഗവത് സേവനം പരിശീലിക്കണം. എന്നാൽ ഭൗതികതയോടെയുള്ള ആസക്തി മുറിച്ചു നീക്കാൻ കഴിയും. കാലിൽ എടുത്തതുകൊണ്ട് മാത്രം ഭൗതിക ആകർഷണങ്ങളിൽ നിന്ന് വിട്ടൊഴിയാൻ സാധ്യമല്ല. ഭക്തിയുടെ ഭഗവത് സേവന കർമ്മങ്ങളിൽ ആസക്തി ഉണ്ടാവണം. യഥാർത്ഥ വൃക്ഷത്തിന്റെ തെറ്റായ പ്രാതിനിധ്യമാകുന്ന ബന്ധനത്തിൽ നിന്ന് ഒഴിയാൻ 12-ാം അധ്യായത്തിൽ വിവരിച്ചതുപോലെ ഭക്തിയുടെ സേവനം വളരെ ഗൗരവത്തോടെ സ്വീകരിക്കണം. ഭൗതിക പ്രകൃതി എല്ലാ പ്രക്രിയകളെയും മലിനപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് 14-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഭക്തിപൂർവമായ ഭഗവത് സേവനം ഒന്നേ തികച്ചും അതീന്ദ്രിയമായുള്ളൂ. പരമം മമ എന്ന വാക്കുകൾക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്. വാസ്തവത്തിൽ ഏതൊരു മുക്കുമൂലയും പരമപുരുഷന്റേത് തന്നെ. എങ്കിലും പരമം, അതായത് 6 ഐശ്വര്യങ്ങളും തികഞ്ഞത് ആധ്യാത്മിക ലോകമത്രേ. അവിടെ വെയിലോ നിലാവോ നക്ഷത്രങ്ങളോ ആവശ്യമില്ലെന്ന് കഠോപനിഷത്തും പറയുന്നുണ്ട്. ന തത്ര സൂര്യോ ഭാവി ന ചന്ദ്രതാരകം. പരവ്യോമം മുഴുവൻ ഭഗവാന്റെ അന്തരംഗ ശക്തി കൊണ്ട് തന്നെ പ്രകാശമാനമാണ്. ആ പരമധാമം ആത്മസമർപ്പണത്തിൽ അല്ലാതെ മറ്റൊരു വഴിയിലൂടെയും ആർക്കും പ്രാപ്യമല്ല. ഓം അജ്ഞാനചന്ദ്രകയാ ചക്ഷുസ്മി ശ്രീ ഗുരുവേ നമഃ. ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി പ്രചാരണി പാശ്ചാത്യൻ ദേശതാരണി. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण. न तद्भासयते सूर्यो न शशांको न पावका यद्गत्वा न निवर्तन्ते तद्धाम परमं मम. നല്ലൊരു ശ്ലോകമാണ്. ഇവിടെ 14-ാം അധ്യായത്തിൽ ഭഗവാൻ 3 ഗുണങ്ങളെ കുറിച്ചും ആ 3 ഗുണങ്ങളും എങ്ങനെയാണ് നാം ഓരോരുത്തരും നിയന്ത്രിക്കുന്നതെന്നും വിശദീകരിച്ചു. അല്ലെ? ആ 14-ാം അധ്യായം മുഴുവൻ 3 ഗുണങ്ങളെ കുറിച്ചിട്ടാണ്. അല്ലെ? 14-ാം അധ്യായത്തിന്റെ അവസാനം ഓരോ ബദ്ധാത്മാവും എങ്ങനെയാണ് ഈ 3 ഗുണങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്ന് മുക്തരാകുന്നതെന്നും വിശദീകരിച്ചു. ഭക്തിയുടെ സേവയിലൂടെയും ഭക്തിയിലൂടെയും. അല്ലെ? അപ്പൊ ആ 3 ഗുണങ്ങൾക്ക് അതീതമാവണമെങ്കിൽ, അല്ലെങ്കിൽ ആ 3 ഗുണങ്ങൾക്ക് മുകളിലേക്ക് വരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭക്തി വേണം. അല്ലെ? അത് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭക്തിയുടെ സേവനം വേണം. അല്ലെ? ഭഗവാനെ സേവിക്കണം നമ്മൾ. അപ്പൊ അതില് പറയുന്നത് മാം ചെയ്യോ അവിവ്യഭിചാരേണ ഭക്തി യോഗീന സേവതേ സഗുണായി സമതിത്യായും ബ്രഹ്മഭൂയായ കൽപ്പന. ഏത് പരിസ്ഥിതിയിലും പിഴയ്ക്കാതെ ഭക്തിപൂർവം ഭഗവത് സേവനത്തിലേക്ക് ഏർപ്പെടുന്നവർക്ക് വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിലെത്താം. അല്ലെ? അപ്പൊ ഏത് പരിസ്ഥിതിയിലും പിഴയ്ക്കാതെ ഭക്തിപൂർവ്വം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെ? നമ്മളിന്ന് ചെറുതായിട്ട് മഴ പെയ്താൽ, മഴക്കാർ കണ്ടാൽ മതി ഇന്നിപ്പോ പോകണ്ടെന്ന് കഴിയും. അല്ലേ? ഇന്നിപ്പോ നമ്മള് ഭഗവാനെ കാണാൻ പോകണ്ടെന്ന് കഴിയും. അല്ലെ? രാവിലെ എന്റെ കുളിക്കാൻ വലിയ പാടാണ്. അല്ലെ? എന്തെങ്കിലും ഒരു എക്സ്ക്യൂസിന് വേണ്ടി നമ്മൾ നോക്കിയിരിക്കാം. അതല്ല ഇവിടെ പറയുന്നത്. ഇതെന്താണ് ഇവിടെ പറഞ്ഞത്? ഏത് പരിസ്ഥിതിയിലും പിഴയ്ക്കാതെ ഭക്തിപൂർവ്വം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് അല്ലെ വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിലെത്താം.
യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ 3 ഗുണങ്ങളിൽ നിന്നുള്ള മോചനമാണ്. അപ്പൊ ഈ 3 ഗുണങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ സ്വതന്ത്രരല്ല എന്നർത്ഥം, അല്ലെ? നമ്മളെ ആരോഗ്യമോ വേറെ ആരോഗ്യമോ ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും കഥയില്ല. നമ്മൾ സ്വതന്ത്രരല്ല. ഇതിൽ നിന്ന് നമുക്ക് മോചനം വേണമെങ്കിൽ നമുക്ക് ഇതിനേക്കാളും ഉയരുന്ന ഏതിലെങ്കിലും അറ്റാച്ച്മെന്റ് വരണം. ഇപ്പൊ കുട്ടികളൊക്കെ കൊച്ചുകുട്ടികളൊക്കെ കരയുമ്പോൾ നമ്മളൊരു കളിപ്പാട്ടം എടുത്തു കൊടുക്കും, അല്ലെ? കുറച്ച് കഴിയുമ്പോഴത്തേന് അത് വലിയ താല്പര്യം തോന്നില്ല, അത് വീണ്ടും കരയുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു നല്ല കളിപ്പാട്ടം എടുത്തു കൊടുക്കും, അത് കുറെ നേരം അത് കളിച്ചുകൊണ്ടിരിക്കും, അല്ലെ? അപ്പൊ മറ്റേതൊരു വിലക്ക് വന്നാലേ ഇതിലൊരു അറ്റാച്ച്മെന്റ് വരുള്ളൂ. അതുപോലെയാണ് നമ്മുടെ കാര്യം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മോചനം വേണമെങ്കിൽ നമുക്ക് ഇതിനേക്കാളും ഉയരുന്ന എന്തെങ്കിലും അറ്റാച്ച്മെന്റ് വരണം. അതെന്താണ്? കൃഷ്ണാബോധം, അല്ലെ? കൃഷ്ണാബോധമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് 14-ാം അധ്യായത്തിന്റെ അവസാനം ഭഗവാൻ പറഞ്ഞു, നമ്മള് വളരെ സത്യസന്ധതയോടെ താല്പര്യത്തോടെ ഭക്തിയുടെ സേവനം ചെയ്യണം, അല്ലെ? അവ്യഭിചാരേണ എന്നുള്ള വാക്കാണ് അവിടെ ആ ശ്ലോകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെ? മാം ചെയ്യോ അവ്യഭിചാരേണ. വ്യഭിചാരേണ എന്ന് പറഞ്ഞാല്, അല്ലെ, എന്താ പറയാ, വിശ്വസ്തനല്ല, അല്ല, വ്യഭിചാരം അവിശ്വസ്തൻ, അല്ലെ? എന്താ പറയാൻ പറയണം? പിഴയ്ക്കാതെ സേവനം ചെയ്യുക, അല്ലെ? അല്ല, വ്യഭിചാരേണ എന്ന് പറഞ്ഞാല് പിഴയ്ക്കുന്നവർ, അല്ലെ? പിഴയോടുകൂടി ചെയ്യുന്നു. അവ്യഭിചാരണം എന്ന് പറഞ്ഞാല് പിഴയില്ലാതെ. അതായത് നമ്മൾ എല്ലാ ദിവസവും മംഗളാരതിക്ക് പോകുന്നു അർത്ഥം, അല്ലെ? അതാണ് അവ്യഭിചാരണം. വിശ്വസ്തതയോടെ, അല്ലെ? അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഭക്തി നേടാം. അപ്പൊ നമുക്ക് വേണ്ടത് ഒരേ ഒരു കാര്യമാണ്, വിശ്വാസമായിട്ട് ഭഗവാനെ സമീപിക്കാം, അല്ലെ? വിശ്വസ്തയോടെ ഭഗവാനെ സമീപിക്കാം. 15-ാം അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഭൗതിക പ്രകൃതിയുടെ സ്വഭാവം വിശദീകരിക്കുന്നു. ഒരു ആൽമരത്തിനോട് ഉപമിക്കുന്നു. അതിന്റെ വേരുകൾ വളരെയധികം ദൂരത്തേക്ക് ഒരുപാട് ആഴത്തിൽ വളർന്നു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് ഗ്രഹത്തിലുള്ള ജീവാത്മാവും ഈ ആൽമരത്തിനെ മനസ്സിലാക്കാൻ കഴിയാതെ വിഷമിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആ ആൽമരത്തിനെ കുറിച്ച്, അല്ലെ, അതെങ്ങനെ നേരെയാണ് നിൽക്കുന്നത്, അല്ല, തല കുത്തനെയാണ് നിൽക്കുന്നത്, അല്ലെ? തല കീഴായിട്ടാണ് ആ ആൽമരം നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോ അതില് ഭഗവാൻ ഇവിടെ എന്താ പറയുന്നത്? അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ. എന്തുകൊണ്ടാണ് അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ? അശ്വത്ഥമേന സുഖരൂഢം മൂലം. കാരണം ഈ ആൽമരത്തിന്റെ വേരുകൾ വളരെ ദൃഢവും മുറിക്കാൻ വളരെ പ്രയാസമുള്ളതുമാണ്. പക്ഷെ എന്നാൽ കൂടാതെ ഭഗവാൻ എന്താ പറയുന്നത്? ഈ വേരുകൾ മുറിക്കാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ നമുക്ക് വാക്ക് തരുന്നത്. എങ്ങനെയാണ് ആ വേരുകളൊക്കെ നമുക്ക് ഭൗതികമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, അല്ലെ? അതിന്റെ ആ വേരുകളൊക്കെ എങ്ങനെയാണ് നമുക്ക് മുറിക്കാൻ പറ്റുക? എന്താണ്, എങ്ങനെ? എന്താ പ്രഭു? അറിവിന്റെ ഭാഗം ഉപയോഗിച്ച് വൈരാഗ്യത്തോടുകൂടി, യെസ്, വൈരാഗ്യത്തോടുകൂടി എന്ത് കട്ട് ചെയ്യണം? ഭൗതികമായിട്ടുള്ള ആ അറ്റാച്ച്മെന്റ്, അല്ലെ? ഭൗതികതയോടുള്ള സ്നേഹം, ഭൗതികമായിട്ട് നമുക്ക് എന്തൊക്കെ താല്പര്യമുണ്ടോ അതെല്ലാം ഈ ജ്ഞാനം കൊണ്ട് ആ കത്തി കൊണ്ട് നമ്മളെ വെട്ടിമാറ്റിയാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്നേഹം കിട്ടുള്ളൂ, അല്ലെ? അതാണ് ഭഗവാനോട് പറയുന്നത്. ഭഗവാൻ പറയുന്നത് ഈ വേരുകൾ മുറിക്കാൻ സാധിക്കും എന്താണ്? ആ ഡിറ്റാച്ച്മെന്റ് എന്നുള്ള ഒരു വെപ്പൺ കൊണ്ട്, അല്ലെ? താല്പര്യമില്ലാതെ, അല്ലെ? അല്ലെങ്കിൽ തന്നെ വേറൊരു വാക്കുണ്ടല്ലോ, ആസക്തി ഇല്ലാതെ, വേറൊരു വാക്കുണ്ട്, വിരക്തി, അല്ലെ? അതിനോടൊരു വിരക്തി ഉണ്ടാവും, താല്പര്യമില്ലായ്മ, അതാണ് നിസ്സംഗത്വം, അല്ലെ? നിസ്സംഗതയോടുകൂടി. അതുപോലെ തന്നെ കൃഷ്ണാനുശീലനം വഴി നമുക്ക് ആ നിസ്സംഗത്വം വരുമ്പോൾ നാം ആ കെട്ടുപാടിൽ നിന്ന് മുക്തനാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആനുകൂലേന കൃഷ്ണാനുശീലനം. ഭഗവാന് താല്പര്യമുള്ളത് മാത്രം ചെയ്യും. ഭഗവാൻ താല്പര്യമില്ലാത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വർജിക്കണം, അല്ലെ? ആവശ്യമില്ലാത്ത നമ്മൾ എടുത്ത് കളയണം. എന്നിട്ട് അത് സംഭവിക്കും. അത് കഴിഞ്ഞ് പിന്നെ എങ്ങോട്ട് പോകും? 5-ാം ശ്ലോകത്തിൽ പറയുന്നു, ഗച്ഛന്യമൂഢ പരമവ്യയം പരമപുരുഷന് സ്വയം സമർപ്പിക്കുന്നത് എങ്ങനെയെന്ന് അറിയാവുന്നവർ പരമമായ ശാശ്വത സാമ്രാജ്യം പ്രാപിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മള് ഭൗതികമായിട്ടുള്ള വിരക്തി വന്നു കഴിഞ്ഞാല്, ആ അറ്റാച്ച്മെന്റ് വിട്ടു കഴിഞ്ഞാല്, അല്ലെ, അതിനോട് താല്പര്യം ഇല്ലാതെ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്ത് കഴിക്കും? പരമപദം നമുക്ക് പോകാൻ സാധിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ നമുക്ക് വാക്ക് തരികയാണ്. നമ്മൾ വിശ്വസിച്ചാൽ മാത്രമല്ല, വിശ്വസിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രം മതി.
പരമമായ എന്റെ ആവാസസ്ഥാനത്ത് സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല. അവിടെ എത്തണമെങ്കിൽ ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരികയുമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭൗതിക ലോകത്തേക്ക് നമ്മൾ ഒരിക്കലും തിരിച്ചു വരില്ല. അല്ലെ? അപ്പോ ഭഗവാന്റെ ധാമത്തില്, ഗോലോക വൃന്ദാവനത്തില്, അല്ലെ, അവിടെ സൂര്യനുണ്ടോ? ഇല്ല. ഇല്ല എന്നാണ് ഈ ഇന്നത്തെ ശ്ലോകം പറയുന്നത്. അല്ലെ? ചന്ദ്രനുണ്ടോ? ഇല്ല. അഗ്നിയുണ്ടോ? ഇല്ല. ഇലക്ട്രിസിറ്റി ഉണ്ടോ? ഇല്ല. കണ്ടോ? വേറെന്താ ഉള്ള ഇല്ലാത്ത പറയും? ആവശ്യമില്ല. എന്താ കാര്യം? അവിടെ ഭഗവാനുള്ളതുകൊണ്ട്. അല്ലെ? നമുക്ക് എല്ലാം തരുന്നത് എന്താണ്? ആ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ഈ പ്രഭയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ്, അല്ലെ, മാതാജി പറഞ്ഞു. അല്ലെ? ഈ ആത്മീയ ലോകത്തിനെ കുറിച്ച് പല പ്രാവശ്യം ഭഗവാൻ ഭഗവത്ഗീതയിൽ പരാമർശിക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഭഗവത്ഗീതയിൽ പറയുന്നുള്ളൂ. കൂടുതൽ വിവരങ്ങൾ മറ്റു വേദങ്ങളിലും ബ്രഹ്മസംഹിതയിലുമാണ് പറയുന്നത്. അല്ലെ? ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ, അല്ലെ, എന്ന് തുടങ്ങിയിട്ടുള്ള കുറേ ശ്ലോകങ്ങളില്, അല്ലെ, ഭഗവാന്റെ ധാമത്തിനെ കുറിച്ച് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ തരുന്നുണ്ട്. അല്ലെ? അത് വായിച്ചതിന് ശേഷമാണ് നമുക്ക് ഭഗവാന്റെ ധാമത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നത്. എവിടുന്നാണ്? ആ ബ്രഹ്മസംഹിതയിൽ നിന്നാണ്. അല്ലെ? അപ്പൊ 8ാം അധ്യായത്തില് ഈ ഭൗതിക ലോകം ഒരു ജീവാത്മാവ് എങ്ങനെ വിടണമെന്നും ഏതൊരു അവബോധത്തിലും ശരീരം ത്യജിക്കണമെന്നും പറയുന്നുണ്ട്. ഈ ഭൗതിക ലോകം മുഴുവൻ ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അല്ലെ? ദുഃഖാലയം, അശാശ്വതം, കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ. അല്ലെ? ഈ ലോകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ കംപ്ലീറ്റ് സുഖമാണെന്ന് പറയാനായിട്ട് ആർക്കെങ്കിലും പറ്റുമോ? അല്ലെ? നമ്മൾ അതിന് ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ഇനി അതിനത് വിവരിക്കുന്നില്ല. അല്ലെ? നമുക്കറിയാം അതിന്റെ ഉദാഹരണങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ഇവിടെ എന്താണ്? ദുഃഖാലയം. ദുഃഖാലയമാണ്. അശാശ്വതമായിട്ടുള്ള ഈ ലോകം എന്താണ്? ദുഃഖാലയമാണ്. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് അടുത്ത ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാനാണ് നോക്കുന്നത്. അല്ലെ? അപ്പോ ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോ അർജുന മാമുപേക്ഷ്യനു കൗന്ദേയ പുനർജന്മ ന വിദ്യതേ. ഭൗതിക ലോകത്തിൽ സർവോന്നതമായ ഗ്രഹം ബ്രഹ്മലോകം മുതൽക്ക് ഏറ്റവും അധമമായുള്ളത് വരെ ഓരോന്നും ജനന മരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളിപ്പോ ഏതെങ്കിലും ദേവന്മാരെയാണ് ഭജിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങോട്ടാ പോവാ? ആ ദേവന്മാരുടെ ലോകത്തിലേക്ക് പോവാ. അല്ലെ? ഓരോരുത്തർക്കും ഓരോ ലോകങ്ങളുണ്ട്. ആ ദേവന്മാരെയാണ് നമ്മൾ ഭജിക്കുന്നെങ്കിൽ ദേവലോകത്തേക്കായിരിക്കും പോവാ. ചിലരൊക്കെ ആണെങ്കിൽ മരിച്ചുപോയ പിതൃക്കളെയാണ് ഭജിക്കുക. അല്ലെ? ചിലർ പറഞ്ഞിട്ട് മന്ത്രമൂർത്തി, അല്ലെ, ഓരോ മൂർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാരൊക്കെ ഭജിക്കുന്നുണ്ട്. അവരൊക്കെ എങ്ങോട്ട് പോകും? പിതൃലോകത്തിലേക്കായിരിക്കും പോവാം. അല്ലെ? നമ്മൾ ഈ മുകളിലേക്ക് പോകുന്ന വഴിക്ക് ഇവരെല്ലാം കണ്ട് ഹായ് ഹായ് പറഞ്ഞിട്ട് പോവാം. അല്ലെ? എങ്ങാനും അവരെ കണ്ടൊന്ന് ചിരിച്ച് നിങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അവിടെ വീഴും. അല്ലെ? അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം വരികയാണ്, എന്റെ അമ്മാവന്റെ അവിടെ ഇരിക്കണം, എന്റെ അമ്മമ്മയായിരുന്നു, അല്ലെ, അവിടെ ഉണ്ട്. ആ കണ്ടപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നിപ്പോയി, ഒരു ചെറിയൊരു വാങ്ങിച്ച് തോന്നിപ്പോയി കഴിഞ്ഞാല് ഇലക്ട്രിസിറ്റി തീരും. അല്ലെ? ആ കറണ്ട് തീരും. അവിടെ നമ്മുടെ കൊണ്ടുപോയ സാധനം അവിടെ നിൽക്കും. പിന്നെ നമ്മൾ ഇറങ്ങിപ്പോയോ? പിന്നെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട്, അല്ലെ, അതൊക്കെ ശാശ്വതമാണോ? അല്ല. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും താഴേക്ക് വന്നിട്ട് വീണ്ടും ജനിക്കേണ്ടി വരും. അല്ലെ? അതുകൊണ്ട് കണ്ണടച്ചണം. ആരെയും കണ്ട് ഇങ്ങനെ മോഹിക്കപ്പെട്ടു പോകരുത്. അല്ലെ? കണ്ണടച്ച് നേരെ അങ്ങ് പോകണം. അല്ലെ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ അതാണ് ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോ അർജുന മാമുപേക്ഷ്യതു കൗന്ദേയ പുനർജന്മന വിദ്യതേ. ഭൗതിക ലോകത്തിൽ സർവോന്നതമായ ഗ്രഹം ബ്രഹ്മലോകം മുതൽക്ക് ഏറ്റവും അധമമായുള്ളത് വരെ ഓരോന്നും ജനന മരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ദുരിതപൂർണമായ സ്ഥലങ്ങളാണ് ഇവയല്ല. കുന്തിപുത്ര, എന്റെ പരമപദത്തിൽ എത്തിയാനാവട്ടെ പിന്നീട് ജന്മം എടുക്കേണ്ടി വരില്ല. അപ്പോ അർജുന, എന്റെ ഭവനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആർക്കും തന്നെ വേറൊരു പുനർജന്മം എടുക്കേണ്ടി വരുന്നില്ല എന്ന് ഭഗവാൻ എത്രയോ പ്രാവശ്യം, അല്ലെ, ആണയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു റിപ്പീറ്റഡ്ലി. എന്തിനാ അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയണേ? മന്ദബുദ്ധികളായിട്ടുള്ള നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെ? അതാണ് അവിടെ. അതുകൊണ്ട് ഒരുവൻ ആ പരംധാമത്തില് എത്തുന്നു. മാമത്തേക്ക് പുനർജന്മ ദുഃഖാലയം അശാശ്വതം. അല്ലെ?
നാം നിവർത്തി മഹാത്മാന സംശുദ്ധിം പരമംഗത. ഭക്തിയോഗം കൊണ്ട് എന്നെ പ്രാപിച്ച മഹാത്മാക്കൾ പരിപൂർണത നേടിയവരാകിയാൽ പിന്നീട് ദുഃഖപൂർണവും അസ്ഥിരവുമായ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. ഈ ശ്ലോകത്തിൽ എല്ലാം എന്താ ഭഗവാൻ പറയുന്നത്? നീ എന്റെ അടുത്തേക്ക് വരൂ, നീ എന്റെ അടുത്തേക്ക് വരൂ, നീ എന്റെ അടുത്തേക്ക് വരൂ. അതാണ് ശാശ്വതം. നീ തിരിച്ചു പോകേണ്ടി വരില്ല. വൺ വേ ടിക്കറ്റ് ആണ്. വരൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങനെ രണ്ട് കണ്ണും ഇങ്ങനെ ഉരുട്ടി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ എപ്പോ വരും എപ്പോ വരും എപ്പോ വരും പറഞ്ഞു നമ്മളെന്താ പറയാ? വരമാട്ടെ അല്ലേ, ഞാനിപ്പോ വരുന്നില്ല, എനിക്ക് ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അല്ലെ എന്നും പറഞ്ഞ് നമ്മൾ ഇവിടെ തന്നെ നിൽക്കാനുള്ള പരുവത്തിലാണ് നമ്മൾ നിൽക്കുക അല്ലെ. ഭക്തിയോഗം കൊണ്ട് എന്നെ പ്രാപിച്ച മഹാത്മാക്കൾ പരിപൂർണത നേടിയവരാകിയാൽ പിന്നീട് ദുഃഖപൂർവ്വം അസ്ഥിരമായ, അസ്ഥിരം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്, ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നില്ല അല്ലെ. 8-ാം അധ്യായത്തിൽ വീണ്ടും ഭഗവാൻ എന്താ പറയുന്നത് നോക്കാം. വ്യക്തോ വ്യക്താൽ സനാതന യാസ സർവേഷു ഭൂതേഷു നശ്യസ്തു ന വിനശ്യതി. വ്യക്തവും അവ്യക്തവുമായ ഭൗതിക പ്രകൃതിക്ക് അതീതമായി സനാതനമായ മറ്റൊരു വ്യക്തഭാവമുണ്ട്. സമുത്കൃഷ്ടമായ അതിന് ഒരിക്കലും നാശമില്ല. സർഗാവസാനത്തിലും അത് അതേപോലെ നിലനിൽക്കും അല്ലെ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു നാശം ഉണ്ടാവില്ല. ബാക്കി എല്ലാം നശിച്ചാലും അതിന് ഒരു നാശം ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ആചാര്യന്മാർ പറയുന്നത് വ്യക്തവും അവ്യക്തവുമായ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് ബ്രഹ്മദേവന്റെ ഒരു രാത്രിയും ഒരു പകലുമാണ് അല്ലെ. ബ്രഹ്മദേവന്റെ പകൽ സമയത്താണ് ഈ ബ്രഹ്മലോകത്തിൽ ബ്രഹ്മാണ്ടത്തിൽ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. ബ്രഹ്മാവ് ഉറങ്ങുമ്പോഴോ, ബ്രഹ്മാവ് ഉറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നു? എല്ലാവരും ഉറങ്ങും അല്ലെ. അപ്പൊ അവിടെ എന്താണ്, ജീവജാലങ്ങളൊന്നും ഉണ്ടാവുന്നില്ലെന്ന് എല്ലാവരും ഉറക്കത്തില്ല. അപ്പൊ ബ്രഹ്മാവിന്റെ ഒരു പകലിലാണ് ഈ സൃഷ്ടികളെല്ലാം ഉണ്ടാവുന്നത്. അദ്ദേഹം ഉറങ്ങാൻ കിടക്കുമ്പോ എല്ലാവരും ഉറങ്ങും. ഒന്നും സൃഷ്ടിയൊന്നും ഇല്ലെന്ന് അർത്ഥം, കംപ്ലീറ്റ് ഇരുട്ടായിരിക്കും. ജീവജാലങ്ങൾ ബ്രഹ്മാവ് ഉറങ്ങുമ്പോൾ മറ്റെല്ലാം തന്നെ ഉറങ്ങുന്നു. അങ്ങനെ ചില സമയങ്ങളിൽ ജീവൻ ഉണ്ടാകുന്നു, ചിലപ്പോൾ ജീവൻ ഉണ്ടാകുന്നില്ല. പക്ഷെ ഈ ഉൽപ്പത്തികൾക്ക് അപ്പുറം പല ക്രിയേഷൻസും ഇവിടെ നടക്കുന്നുണ്ട്. അത് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയില്ല അല്ലെ. അതൊക്കെ ഗോചരങ്ങളല്ല, പക്ഷെ അതൊക്കെ ശാശ്വതമാണ്. അവ്യക്തോ അക്ഷര രാഹു പരമാമുദരി യം പ്രാപ്യന നിവർത്തന്തേ തദ്ധാമ പരമം മമ. മോള് പോയി അയച്ചു, അത് കൊച്ചുമോളോടെ ഉണ്ടെന്ന് പോയോ? അവരോട് പറഞ്ഞ് ഇതൊക്കെ കറക്റ്റായിട്ട് വായിച്ചിരുന്നു ശ്ലോകങ്ങളൊക്കെ അല്ലേ. നിങ്ങളൊക്കെ കഷ്ടപ്പെടുക അല്ലെ. വേദാന്തികൾ അവ്യക്തമെന്നും അക്ഷയമെന്നും വിശേഷിപ്പിക്കുന്നതും പരമമായ പ്രാപ്തിസ്ഥാനം എന്നറിയപ്പെടുന്നതും ഒരിക്കൽ എത്തിച്ചേർന്നതിന് പിന്നെ മടങ്ങിയെത്തേണ്ടി വരില്ലാത്തത് കൊണ്ട് അതാണ് എന്റെ പരമധാമം എന്നാണ് അവിടെയും ഭഗവാൻ പറയുന്നത്. കേട്ടോ, എന്തുമാത്രം പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് അല്ലെ, നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി. അപ്പോൾ ആ ഉയർന്ന ഗ്രഹങ്ങൾ യാഥാർത്ഥ്യവും ഈ ഭൗതിക ഗ്രഹങ്ങൾ ഒരു തരത്തിലുള്ള സ്വപ്നവുമാണ്. ഭൗതിക ലോകം എന്ന് പറയുന്നത് ഉയർന്ന ഗ്രഹങ്ങളുടെ ഒരു തെറ്റായ പ്രതിരൂപം മാത്രമാണ് അല്ലെ. അപ്പൊ ഇവിടെ സത്യത്തില് ഒരു സത്യവുമില്ല, എല്ലാം മിഥ്യയാണ്. സത്യമുള്ളതെല്ലാം എവിടെയാണ്? ഭഗവാന്റെ ധാമത്തിലും ഉയർന്ന ഗ്രഹങ്ങളിലുമാണ്. അങ്ങനെ പറഞ്ഞാൽ ഈ ഭൗതിക ലോകം നിലനിൽക്കുന്ന എന്നാണോ? അല്ല, അത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് താൽക്കാലികം മാത്രമാണ് അല്ലെ. സത്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമാണ്, ഇവിടെ ഉണ്ട്. പക്ഷെ അത് ശാശ്വതമല്ല, താൽക്കാലികമാണ്. എന്താണ് സത്യവും അസത്യവും? അതും ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട് അല്ലെ. നാ സദോ വിദ്യതേ ഭാവോ നാ ഭാവോ വിദ്യതേ സദാ ഉഭയോരവി ദൃഷ്ടോന്ത ദർശിഭി. ഇങ്ങനെ ഇല്ലാത്തതായ ഒന്നിന് ഭൗതിക ശരീരം നിലനിൽപ്പില്ല. സനാതനമായത് ആത്മാവ് നാശവുമില്ല. തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരത്രേ. രണ്ടിന്റെയും സ്വഭാവങ്ങൾ അറിഞ്ഞതിനു ശേഷം ആണ് അവർ ഈ വസ്തുത അംഗീകരിച്ചത് അല്ലെ. അപ്പോ ഇല്ലാത്തതായ ഒന്നെന്തോ ഭൗതിക ലോകം അല്ലെ. ഭൗതികം ഈ ശരീരം നിലനിൽപ്പില്ല. സനാതനമായതിന് എന്താ സനാതനമായ? നമ്മുടെ ഉള്ളിൽ സനാതനമായിട്ടുള്ള സാധനം എന്താണ്? ആത്മാവ് അല്ലെ. അതിന് നാശവുമില്ല. തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരത്രേ അല്ലെ. അവരെയാണ് തത്വദർശികൾ എന്ന് പറയുന്നത്. രണ്ടിന്റെയും സ്വഭാവങ്ങൾ അറിഞ്ഞതിന് ശേഷം ആണ് അവർ ഈ വസ്തുത അംഗീകരിച്ചത്. അതുകൊണ്ട് ഭൗതിക ലോകം സത്യമല്ല, ആത്മീയ ലോകം സത്യമാണ്. ഭക്തിയോടെയുള്ള പ്രേമത്തിന്റെ കണ്ണുകൾ ഉള്ളവർക്ക് മാത്രമേ അത് കാണാൻ സാധിക്കൂ അല്ലെ. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചന എന്നല്ലേ പറഞ്ഞു അല്ലെ.
ഭഗവാൻ പറയുന്ന ഈ ആത്മീയ ലോകം നിന്ന് നാം എത്താൻ ശ്രമിക്കേണ്ടത്. അപ്പൊ ഈ ലോകത്തിലേക്കാണ് നമ്മൾ എവിടേക്ക് പോകേണ്ടത്? നമ്മൾ അവസാനം എത്താൻ ശ്രമിക്കേണ്ടതെന്നാണ്. അപ്പൊ ഇന്നത്തെ ശ്ലോകത്തിൽ, 6ാമത്തെ ശ്ലോകത്തില് അതിന്റെ ഭാവാർത്ഥത്തില് പ്രഭുപാദ് പറയുന്നുണ്ട്, ഈ അറിവ് കൊണ്ട് നാം പ്രചോദിതരാകണം. അല്ലെ, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരുന്ന പോലെ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ പ്രചോദിതരാകണം. പക്ഷേ നാം ആത്മീയ ലോകങ്ങളോട് പ്രചോദിതരാകുന്നതിന് പകരം ഈ ഭൗതിക ലോകത്തോടാണ് കൂടുതൽ ആയിരിക്കുന്നത്. അല്ലെ, അതുകൊണ്ട് തന്നെ നാം ജനന മരണ ചക്രങ്ങളിൽ കിടന്ന് ഉഴലുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കിയിട്ട് അല്ലെ ആ ഭഗവാന്റെ ലോകത്തിനെ കുറിച്ച് പഠിക്കുകയും അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഭൗതിക ലോകത്തിനെ കുറിച്ചിട്ടല്ല. ആത്മീയ ലോകത്തിൽ എല്ലാം തന്നെ ആത്മീയമാണ്, ശാശ്വതമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജീവജാലങ്ങളും അവിടെ സ്വയം പ്രകാശിതമാണ്. അതുകൊണ്ടാണ് അവിടെ സൂര്യനോ ചന്ദ്രനോ ഇലക്ട്രിസിറ്റിയോ അഗ്നിയോ ഒന്നും ആവശ്യമില്ല. അല്ലെ, അപ്പൊ അവിടെ എന്താണ്? അവിടെ എല്ലാം സ്വയം പ്രകാശിതമാണ്. അപ്പൊ നമുക്ക് ആലോചിക്കാം അല്ലെ, അവിടെ ആൾക്കാരൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? ഒരു പ്രകാശവലയം പോലെ ആയിരിക്കും ഇങ്ങനെ നടക്കുക ഓരോരുത്തർ. അല്ലെ, എന്ത് രസമായിരിക്കും അത് കാണാനായിട്ട്, ഈ നക്ഷത്രങ്ങളൊക്കെ നടക്കുന്ന പോലെ. ഈ ബ്രഹ്മാണ്ടത്തിനകത്ത് ഇരുട്ടാണ്. ആ ഇരുട്ട് മാറ്റാനായി നമുക്ക് സൂര്യൻ ആവശ്യമാണ്. അതുകൊണ്ട് ഭഗവാൻ സൂര്യനെ നിർമ്മിച്ചു. അതിന്റെ രശ്മികൾ നമുക്ക് വെളിച്ചം കിട്ടുന്നു. അപ്പൊ ഈ ബ്രഹ്മാണ്ടത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ കഴിയുന്ന ഈ ഭൂഖണ്ഡത്തില് എന്തില്ല? നമുക്ക് സ്വയം പ്രകാശിക്കാൻ പറ്റുന്നില്ല. അല്ലെ, നമ്മൾ സ്വയം പ്രകാശിതരല്ല. അല്ലെ, സ്വയം സൂര്യനെ ഫിറ്റ് ചെയ്ത് നടക്കുന്നവരല്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? ഇവിടെ വെളിച്ചം വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് സൂര്യന് വേണം. അതുകൊണ്ടാണ് നമുക്ക് സൂര്യനും ചന്ദ്രനും ഒക്കെ ഭഗവാൻ തന്നിരിക്കുന്നത്. ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് കഠോപനിഷത്തിൽ നിന്ന് പറയുന്നു, ന തത്ര സൂര്യോദാനി ന യത്രതാരം ന ചന്ദ്രതാരം. ഈ ശ്രീ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നു, ആത്മീയ ലോകത്തിൽ ഭഗവാന്റെ ശരീരത്തിൽ നിന്നും ഉയർന്ന പ്രഭയാണ് അവിടെ വെളിച്ചം നൽകുന്നത്. അതാണ് എല്ലാ വെളിച്ചത്തിന്റെയും ഉത്ഭവം. അല്ലെ, അപ്പൊ ഈ ഭഗവാന്റെ പ്രഭ കാരണം ആ പ്രഭ നമ്മളിൽ വന്നിക്ക് റിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ഉള്ളവർക്കൊക്കെ സ്വയം പ്രകാശിതമായിട്ട് തോന്നുന്നത്. മനസ്സിലാവുന്നുണ്ടോ അത്? അല്ലെ, അവിടെ സൂര്യനുണ്ടോ? ഇല്ല. ചന്ദ്രനുണ്ടോ? ഇല്ല. പിന്നെ അവിടെ ആരാണുള്ളത്? ഭഗവാനുള്ളത്. ഭഗവാന്റെ പ്രഭയാണ് ഓരോ ശരീരത്തിൽ വന്നിട്ട് അല്ലെ അതിങ്ങനെ എന്താ ചെയ്യാ? റിഫ്ലക്ട് ചെയ്യുന്നത്. അല്ലെ, സ്വയം പ്രകാശിതമാവുന്നത്. അതാണ് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നത്. ആത്മീയ ലോകത്തിൽ ഭഗവാന്റെ ശരീരത്തിൽ നിന്നും വരുന്ന പ്രഭയാണ് അവിടെ വെളിച്ചം നൽകുന്നത്. അതാണ് എല്ലാ വെളിച്ചത്തിന്റെയും ഉത്ഭവം. നമ്മുടെ ഭൗതിക ലോകത്തിൽ കിട്ടുന്ന വെളിച്ചവും ഭഗവാന്റെ പ്രഭയുടെ റിഫ്ലക്ഷനാണ്. അവിടെ പറയുന്നത്, വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നത് അല്ലെ, സൂര്യൻ എവിടെയാണ് കിട്ടുന്നത്? ഭഗവാന്റെ പ്രഭയിൽ നിന്നാണ് സൂര്യന് കിട്ടുന്നത്. ആ സൂര്യനാണ് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ ഈ സൂര്യരശ്മി കൊണ്ട് നമുക്ക് വെളിച്ചം തരുന്നതാണ്. ഭൗതിക ലോകത്തിൽ കിട്ടുന്ന വെളിച്ചവും ഭഗവാന്റെ പ്രഭയുടെ റിഫ്ലക്ഷനാണ്. ആ പ്രഭയാണ് ബ്രഹ്മജ്യോതി. ഈ ബ്രഹ്മജ്യോതിയിൽ എല്ലാം ആത്മീയ ലോകവും നിലനിൽക്കുന്നു. അല്ലെ, അവിടെയാണ് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. ഈ ബ്രഹ്മജ്യോതി കണ്ടിട്ടാണ് എല്ലാവരും വിചാരിക്കുന്നത് ഭഗവാൻ അതാണ്, നമുക്ക് പോകേണ്ടത് അവിടെയാണ് എന്നും പറഞ്ഞിട്ടാണ് എല്ലാവരും അല്ലെ റെഡിയായി നേരെ അങ്ങോട്ട് പോകണം. അവിടെ പോയാൽ ശാശ്വതമാണോ? അത് ഒരിക്കലുമല്ല. അതെ, വൃന്ദാവനത്തില് ഭഗവാൻ ഓരോ ഗോപികമാരുടെ വീടുകളിൽ കയറി വെണ്ണ മോഷ്ടിക്കുമ്പോൾ ഗോപികമാർ പറയും, ഈ വെണ്ണ വച്ചിരിക്കുന്ന മുറികൾ ഭയങ്കര ഇരുട്ടാണ്. ആ പ്രഭയെ കുറിച്ച് പറയുന്ന ഒരു കഥയാണ്, പ്രഭുപാദ് പറഞ്ഞാണ്. പിന്നെ എങ്ങനെയാണ് കൃഷ്ണൻ അതൊക്കെ കൃത്യമായി കണ്ടുപിടിക്കുന്നത്? അപ്പൊ ഈ ഉറിയൊക്കെ അല്ലേ, ഉറി അല്ലെ, ആ ഉറിയൊക്കെ തൂക്കിട്ടിരിക്കുന്ന മുറി പണ്ട് നമുക്കുള്ള വീട്ടിലും ഭയങ്കര ഇരുട്ടായിരുന്നു. അല്ലെ, വൃന്ദാവനത്തിലുള്ള എല്ലാ വീടുകളിലെയും ഈ സ്റ്റോർ, ഈ വെണ്ണയൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ സ്റ്റോറ് ഭയങ്കര ഇരുട്ടാണ്. ഈ ഇരുട്ടിനകത്ത് ഈ കുഞ്ഞകത്ത് കയറിയിട്ട് ഇത് എവിടെയാണെന്നുള്ള കറക്റ്റായിട്ട് എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് ആര് ചോദിക്കുന്നത്? ഗോപികമാര് ചോദിക്കുന്നു. അപ്പോ ഗോപികാര് എന്താണ് യശോദമായി ചില ഗോപികമാർ പറയുകയാണ്, ചിലപ്പോ ഈ കൃഷ്ണന്റെ ഈ കഴുത്തിലൊക്കെ ഉള്ള വൈഡൂര്യം രത്നങ്ങളൊക്കെ ഉള്ള പതിച്ചിട്ട് മാലകളുണ്ടല്ലോ അല്ലെ, ആ മാലയിൽ നിന്നുള്ള പ്രകാശമായിരിക്കും ചിലപ്പോ കൃഷ്ണൻ ഇത് കാണാൻ പറ്റുന്നതെന്ന് പറയും. അപ്പൊ യശോദമായി പറയും, ശരി, എന്നാ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ആ ആഭരണങ്ങളൊക്കെ ഞാൻ ഊരി മാറ്റി വയ്ക്കാം അല്ലെ, ഇനി പിന്നീട് അവൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ തന്നെ അവന് കണ്ണ് കാണാൻ പറ്റില്ലല്ലോ, അപ്പൊ മോട്ടിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവന് ഗോപികമാർ അതൊന്നും വേണ്ട വേണ്ട വേണ്ട. ഈ ഗോപികമാർക്ക് എല്ലാവരുടെ ഉള്ളില് ഈ പരാതിയൊക്കെ പറയുമെങ്കിലും അവരുടെ താല്പര്യം എന്താണെന്ന് അറിയാമോ?
എന്റെ വീട്ടിൽ ഇന്ന് കണ്ണൻ വന്ന് ഈ വെണ്ണയൊക്കെ ഒന്ന് കത്തി ഉടച്ച് അതൊക്കെ ഒന്ന് മൂട്ടിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അതാണ് അവരുടെ ഉള്ളിലുള്ള താല്പര്യം, അല്ലെ? വന്നു കഴിഞ്ഞാൽ പിടിച്ചു കെട്ടാനും യേശോദമ്മയടുത്ത് കൊണ്ടുപോയി പരാതി പറയാനും പറയും, അല്ലെ? അത് അവർ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. എല്ലാ ഗോപികമാരും വിചാരിക്കുന്നത് ഇന്ന് എന്റെ വീട്ടില് ഈ ഉണ്ണിക്കണ്ണൻ വന്നിട്ട് ഇത് മോഷ്ടിക്കണമെന്നാണ് അവരുടെ ഉള്ളിലുള്ള താല്പര്യം. അതിനുവേണ്ടിയാണ് സത്യമായിട്ട് അവർ ഇതെല്ലാം റെഡിയാക്കി വയ്ക്കുന്നത്, അല്ലെ? ഇന്ന് എന്റെ വീട്ടിൽ വരട്ടെ, വേറെ ആരുടെ വീട്ടിൽ പോകണം, എന്റെ വീട്ടിൽ വന്ന് മോട്ടിക്കിട്ടെന്ന് പറഞ്ഞിട്ടാണ്. അത് അവരുടെ മനസ്സാണ്. അതാണ് അവരുടെ ഉള്ളിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത്, ആ ഭഗവാനോട്ടുള്ള പ്രേമം. പക്ഷേ വെളിയിൽ വെളിയിൽ പ്രകടിപ്പിക്കുന്ന എന്താണ്? അയ്യോ, ഇത് മുഴുവൻ നശിപ്പിച്ച് ഇത് എന്താ യശോദമായി, ഇതെന്താ ഈ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തി വിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് യശോദമായിട്ട് പോയി പരാതി പറയും, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് അവർ പറഞ്ഞു. ഇപ്പൊ എന്താ പറഞ്ഞവര്? അയ്യോ അതല്ല, ഊരി മാറ്റമൊന്നും വേണ്ട, അല്ലെ? ആ വൈദ്യുത രത്നങ്ങളൊക്കെ ഭഗവാന്റെ കയ്യിൽ തന്നെ കിടന്നോട്ടെ, അല്ലെ? കുഞ്ഞിന്റെ കയ്യിൽ തന്നെ കിടന്നോട്ടെ, ഊരി മാറ്റമൊന്നും വേണ്ട. അപ്പൊ പിന്നെ അവരെന്താ പറഞ്ഞത്? യശോദാമ്മ പറഞ്ഞു, എങ്കിൽ ഞാൻ ആ ആഭരണങ്ങളൊക്കെ ഊരി മാറ്റാം. അപ്പോൾ ഗോപികമാർ പറഞ്ഞു, വേണ്ട വേണ്ട, അത് ചിലപ്പോൾ കൃഷ്ണന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന വെളിച്ചം കൊണ്ടായിരിക്കും, അല്ലെ? അതുകൊണ്ടായിരിക്കും കാണാൻ പറ്റുന്നതെന്ന് ആരാ പറയുന്നത് ഇവിടെ? ഗോപികമാര് തന്നെ കണ്ടിരിക്കുന്നു, അല്ലെ? അപ്പൊ ഗോപികമാർക്ക് അത് കാണാൻ പറ്റി, അല്ലെ? എന്തോ ഒരു പ്രഭ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്നുണ്ട്. ആ വെളിച്ചത്തിലായിരിക്കും ഭഗവാൻ ഇതൊക്കെ എവിടെയാണ് കറക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ശ്രീല പ്രഭുപാദര് ഇവിടെ ആത്മീയ ലോകത്തിന്റെ ശാശ്വതം മനസ്സിലാക്കി തരാനായിട്ട് ഒരു കഥ പറയുന്നുണ്ട്, അല്ലെ? ദീനബന്ധു. ദീനബന്ധുവിന്റെ കഥ ഇവിടെ ആർക്കൊക്കെ അറിയാം? എല്ലാവർക്കും അറിയാം. ഹലോ, അറിയാം ദീനബന്ധു? ദീനബന്ധുവിന്റെ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല. കേൾക്കാൻ താല്പര്യമുണ്ടോ? ശരി. ചില പ്രഭുപാദര് പറയാണ്, അപ്പോ ഒരു ഗുരുകുലത്തില് ഒരു ബ്രാഹ്മണ കുട്ടി ഉണ്ടായിരുന്നു. ഒരു വളരെ നിർധനനായിട്ടുള്ള ഒരു ബ്രാഹ്മണ കുട്ടിയായിരുന്നു അദ്ദേഹം. അപ്പോ അതിന്റെ അച്ഛനില്ലാത്ത കുട്ടിയാണ്. അമ്മ അതിനെ ഗുരുകുലത്തിൽ കൊണ്ടുവിട്ടു. അമ്മ ഈ വീടുകളിലൊക്കെ ജോലിക്കൊക്കെ പോയിട്ട് കുറച്ച് കിട്ടുന്ന പൈസ കൊണ്ടാണ് അവർ ജീവിച്ചു പോകും. പക്ഷെ കുഞ്ഞിനെ ഗുരുകുലത്തിലാക്കണമെന്ന് പറഞ്ഞ് ഗുരുകുലത്തിലാക്കി. ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞപ്പോ ഗുരു ചോദിച്ചു, ഇനി നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ പോയിട്ട് ഗുരുദക്ഷിണ വാങ്ങിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുഞ്ഞും എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി, അല്ലെ? അവരൊക്കെ ഭയങ്കര പണക്കാരാണ്, അവർക്ക് കുഴപ്പമില്ല. ഈ കുഞ്ഞും ഓടിപ്പോയി അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ എനിക്ക് ഗുരുദക്ഷിണ കൊടുക്കണം, അമ്മ ഗുരുദക്ഷിണ തരുമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറയും, എന്റെ കുഞ്ഞെ, എന്റെ മോനെ, എന്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് അങ്ങനെ ഒന്നും കിട്ടത്തില്ല, ഞാനിപ്പോ എന്താ ചെയ്യാം? അപ്പോ കുഞ്ഞു പറഞ്ഞു, അയ്യോ എനിക്ക് ദക്ഷിണ ഇല്ലാതെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, എല്ലാവരും കൊടുക്കുമ്പോ എനിക്ക് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഗുരു ശപിക്കൂല നമ്മളെ, ഗുരുവിന്റെ ആ ഒരു വിഷമം എനിക്ക് കിട്ടത്തില്ലേ, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തന്നേ പറ്റൂ. അപ്പൊ പറയും, നമുക്ക് ആരുമില്ല മോനെ. അപ്പോ നീ ഒരു കാര്യം ചെയ്യും, നീ ഭഗവാനോട് തന്നെ പറ. അപ്പൊ കുഞ്ഞു ഉടനെ ചോദിച്ചു, ഈ ഭഗവാൻ എവിടെ കാണും? ഭഗവാൻ സാധാരണ കാട്ടിലേക്കാണ് കാണുന്നത്. കാരണം ഈ ഋഷിമാരൊക്കെ കാട്ടിൽ പോയി തപസ് ചെയ്യുന്ന എന്തിനാണ്? ഭഗവാനെ അവിടെ പ്രത്യക്ഷപ്പെടുത്താനല്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ അവിടെ ഉള്ളതുകൊണ്ടല്ലേ അവരെല്ലാം കാട്ടി പോകുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ധ്രുവ മഹാരാജനോട് പറഞ്ഞ പോലെ, അല്ലെ? അതുപോലെ ഈ ബ്രാഹ്മണ കുഞ്ഞിനോട് എന്താ പറഞ്ഞത്? നീ കാട്ടിൽ പോയി ചോദിക്കൂ, കാട്ടിൽ പോയി അന്വേഷിച്ചാൽ മതിയെന്ന്. അപ്പൊ ഞാൻ കാട്ടിൽ പോയി ആരെന്ന് പറയും? അത് നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ ബന്ധുവാണ്, ദീനബന്ധുവാണ്, അല്ലെ? നീ ദീനബന്ധു എന്ന് പറഞ്ഞാൽ മതി. ദീനബന്ധുവിനെ കണ്ടോ എന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ ഇത് കേട്ടിട്ട് നിഷ്കളങ്കമായിട്ടുള്ള കുഞ്ഞല്ലേ, അത് നേരെ കാട്ടിലേക്ക് പോവാണ്. കാട്ടിലേക്ക് പോയി ഉൾക്കാട്ടിൽ ചെന്നിട്ട് ദീനബന്ധു 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 എന്നിങ്ങനെ വിളിക്കാണ്, അല്ലെ? അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോ കാണാം, പെട്ടെന്ന് ഒരു ചെറിയ ഇവന്റെ അത്രയും പ്രായമുള്ള ഒരു കൊച്ചു പയ്യൻ കുറ്റിക്കാടിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നീ എന്നെ വിളിച്ചോ? ഞാൻ പറഞ്ഞു, വിളിച്ചു, ഞാൻ ദീനബന്ധുവിനെ വിളിച്ചേ, ഇയാളാരാ? ഞാൻ പറഞ്ഞു, അത് പറഞ്ഞു. ആ കുട്ടി പറഞ്ഞു, ഞാനാണ് ദീനബന്ധു, നീ എന്നെയല്ലേ വിളിച്ചേ? ശരി, നീ എന്തിനാ വന്നതെന്ന് പറഞ്ഞു. അവർ കുറെ നേരം കളിച്ചു, അല്ലെ? സെയിം പ്രായമുണ്ട്. അവർ കുറെ നേരം അവിടെയൊക്കെ കളിച്ച് നടന്നിട്ട് പിന്നെ ചോദിച്ചു, നീ എന്തിനാ അവിടെ വന്നേ? നീ എന്നെ അന്വേഷിച്ചു വന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അതെ, എനിക്കിങ്ങനെ ഗുരുവിന് ഗുരുദക്ഷിണ കൊടുക്കണം. അപ്പൊ അതിന് എന്റെ അമ്മയുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. അപ്പൊ അമ്മ പറഞ്ഞു, കാട്ടിൽ വന്ന് ദീനബന്ധുവിനോട് ചോദിച്ചാല് ദീനബന്ധു പൈസ തരുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കൊടുക്കണ്ടേ, ഗുരുദക്ഷിണ കൊടുക്കാനായിട്ട് ദീനബന്ധു തരുമെന്ന്. അപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞപ്പോ ദീനബന്ധു ഓടിപ്പോയിട്ട് എന്താ പറഞ്ഞു, ഒരു ചെറിയ ഒരു പാത്രത്തില് നിറയെ തൈര് എടുത്തു കൊടുത്തു. എന്താ കൊടുത്തത്? തൈര്.
ഈ കുഞ്ഞിന് ഇതൊന്നും അറിയത്തില്ലല്ലോ, നിഷ്കളങ്കത അല്ലെങ്കിൽ ഒരു ഇത്തിരി തൈരാണ് കൊണ്ട് ദക്ഷിണായി കൊടുക്കണം. നമ്മുടെ ഓണ തോന്നിയില് തൈര് എന്തിനാ കൊണ്ട് കൊടുക്കണം, നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു അല്ലെ. അപ്പൊ ഈ കുഞ്ഞിന് നിഷ്കളങ്ക ആയതുകൊണ്ട് കുഞ്ഞൊന്നും ചോദിച്ചില്ല. കുഞ്ഞ് നേരെ ഇതും കൊണ്ട് നേരെ ഗുരുവിന്റെ അടുത്ത് പോയി. അപ്പൊ എല്ലാവരും അവിടെ വരിവരിയായിട്ട് നിന്നിട്ട് ഗുരുവിന് ദക്ഷിണ കൊടുക്കുന്നു, എല്ലാവരും അനുഗ്രഹം വാങ്ങിക്കുന്നു, ഗുരു എല്ലാവരും അനുഗ്രഹിക്കുന്നു അല്ലെ. ഈ കുഞ്ഞും അതിന്റെ ഇതായപ്പോ നേരെ പോയിട്ട് ഇത് ഗുരുവിന് സമർപ്പിക്കുകയാണ്. എന്ത് കൊണ്ടുകൊടുത്തു? തൈര്, ഒരു കുടം തൈര്. ഗുരു അടിച്ച് നോക്കിയപ്പോ ഓരോ കുടം തൈര്. മറ്റുള്ളവരൊക്കെ എന്താണ് സ്വർണ്ണം ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുമ്പോ അല്ലെ, സ്വർണ്ണ നാണയങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോ ഈ കുട്ടി എന്താ കൊണ്ടുവന്നിരിക്കണേ? ഒരു കുടം തൈരാണ് കൊണ്ടുവന്നത് അല്ലെ. അയ്യ എന്ന് പറഞ്ഞിട്ട് ഈ ഗുരു എടുത്ത് താഴെ ഇട്ടു അല്ലെ. കുറെ തൈര് അങ്ങ് താഴെ പോയി അല്ലെ. അതിനകത്ത് നിറച്ച് എന്തായിരുന്നു? തൈരായിരുന്നു. ആ തൈര് കുറച്ചങ്ങ് താഴെ പോയി. ആ ഗുരു കോട്ടയം പറഞ്ഞ് വീണ്ടും എടുത്തപ്പോ അതിനകത്ത് നിറഞ്ഞിരിക്കുന്നു തൈര് അല്ലെ. കുറെ കളഞ്ഞിട്ടുണ്ടെങ്കിലും ആ തൈര് കൂടെ ഇപ്പോഴും നിറഞ്ഞിരിക്കുന്നു. വീണ്ടും ഇത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി താഴെ വീണു. എന്നിട്ടും അപ്പോഴും കുറെ തൈര് താഴെ പോയി അല്ലെ. വീണ്ടും അദ്ദേഹം ഇതെന്താ താഴെ പോകണമെന്ന് പറഞ്ഞ് വീണ്ടും എടുത്തപ്പോ നോക്കുമ്പോ എന്താണ് അതില്? വീണ്ടും പൂർണ്ണമായിട്ടിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു. ഈ ഇത്രയൊക്കെ തൈര് കളഞ്ഞെങ്കിലും ആ കുടത്തിന് ഒരു വ്യത്യാസമില്ല. വീണ്ടും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി താഴെ വീണു. വീണ്ടും കുറെ തൈര് കളഞ്ഞിട്ട് പോലും വീണ്ടും പൊക്കി എടുത്തപ്പോ അതിനകത്ത് നിറഞ്ഞുണ്ടായിരുന്നു അല്ലെ. എന്താ അതിന്റെ അർത്ഥം? അപ്പോഴാണ് അദ്ദേഹത്തിന് അതിന്റെ അർത്ഥം മനസ്സിലായത്. എന്താണ് അർത്ഥം? ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും അല്ലെ. പൂർണ്ണത്തിൽ നിന്ന് എത്രയൊക്കെ പോയാലും അത് പൂർണ്ണമായി തന്നെ ഭവിച്ചു അല്ലെ. അതിലൊരു വ്യത്യാസം വരില്ല. അപ്പൊ ഗുരുവിന് എന്ത് മനസ്സിലായി? ഇത് എവിടുന്നാണ് കിട്ടിയതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ദീനബന്ധുവിനെ അന്വേഷിച്ചു പോയി, ആ ദീനബന്ധുവാണ് എനിക്ക് തന്നതാണ്. ഗുരു അങ്ങ് കെട്ടിപ്പിടിച്ചു അല്ലെ. എനിക്ക് ഇത്രയും കാലം കിട്ടാത്ത ഒരു ഭാഗ്യമാണ്, സൗഭാഗ്യമാണ് കുഞ്ഞെ നിനക്ക് കിട്ടിയത്. നിനക്ക് ഇനി വേറെ എന്താ വേണ്ടത്? എനിക്ക് വളരെ വളരെ സന്തോഷമായി. നിന്റെ ആ ഒരു നിഷ്കളങ്കരമായിട്ടുള്ള ആ പ്രവൃത്തിയില് ഞാൻ വളരെ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ നമ്മുടെ ഗുരു ആശ്ലേഷിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോ ഭഗവാന്റെ ആ പൂർണ്ണമായിട്ടുള്ള രൂപത്തിന് ഒരു വ്യത്യാസവും വരില്ല. ഇനി എത്രയൊക്കെ അല്ലെ എന്താണ് ആ ഒരു മേഴ്സി നമുക്ക് ചൊരിഞ്ഞു തന്നു കഴിഞ്ഞാലും ഭഗവാനായിട്ട് തന്നെ അല്ലെ അവിടെ ഉണ്ടാവും. ഹരേ കൃഷ്ണ. നേരത്തെ കഴിഞ്ഞു. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം? ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു സംശയം ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായില്ലല്ലേ? അതുകൊണ്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ്. രണ്ട് കാരണം കൊണ്ട് ചോദ്യം ചോദിക്കാതിരിക്കാം. ഒന്നുകിൽ ഒന്നും മനസ്സിലായില്ല, അല്ലെങ്കിൽ എല്ലാം മനസ്സിലായി. ഇല്ലേ? ഏത് സ്ഥലത്താണ്? രണ്ടാമത്തേലാണ് അല്ലെ. ആത്മീയ ലോകവും വൈകുണ്ഠ ലോകവും ഒന്നാണ്. എന്തോ? ആഗ്രഹങ്ങൾ ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രമേ ആത്മീയ ലോകത്തിലേക്ക് പോകാൻ പറ്റൂ. എന്തോ? വിട്ടുവഴിയില്ല. ഇല്ല, പറ്റൂല. വിട്ടൊഴിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിട്ടൊഴിയും. നമ്മൾ അതിനൊരു ശ്രമം ഇത് പറയുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. അതിനെന്താ ചെയ്യേണ്ടത്? ആനുകൂല്യന് കൃഷ്ണാനുശീലനം. അതിനനുസരിച്ചിട്ടുള്ള ഭഗവാന് താല്പര്യമുള്ളത് മാത്രം ചെയ്യുക. നമ്മളിപ്പോ കൂടുതലും ചെയ്യുന്നത് ഭഗവാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് അല്ലെ. ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങളിലാണ് നമുക്ക് കൂടുതൽ താല്പര്യം. നമ്മൾ അത് വെട്ടിമുറിച്ച് എന്നാണോ നമ്മൾ ഭഗവാനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ഭഗവാന്റെ സേവ ചെയ്യുകയും ചെയ്യുന്നത്, ഭഗവത് സേവ ചെയ്താൽ മാത്രം മതി. ഇതെല്ലാം മാറിക്കിട്ടും. അത് ഓട്ടോമാറ്റിക്കാണ് അല്ലെ. ഇത് ഭഗവാന്റെ സേവ ചെയ്യുമ്പോഴത്തേന് നമുക്ക് അത്രയും ഭക്തി കിട്ടുകയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, പ്രഭു രാവിലെ വന്നിട്ട് അവിടെ ഒരു 5 കസേര തുടയ്ക്കുന്നു അല്ലെ. തുടച്ചിട്ട് കഴിഞ്ഞു, എന്റെ സേവ കഴിഞ്ഞു എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കാം അല്ലെ. അപ്പോ ഭഗവാൻ ആ 5 കസേര തുടച്ചതിന്റെ അളവിലെ പ്രഭുവിന് മേഴ്സി തരത്തുള്ളൂ അല്ലെ. നേരെ മറിച്ച് പ്രഭു ഒരു 250 കസേര തുടച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ ഭഗവാൻ അത്രയ്ക്കും നമ്മുടെ അടുത്തേക്ക് വരും അല്ലെ. നമ്മൾ എന്തുമാത്രം ഭഗവാനെ സേവ ചെയ്യുന്നു അത്രമാത്രം നമുക്ക് ഭഗവാനായിട്ട് അടുക്കാൻ പറ്റും അല്ലെ. നമ്മുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യില്ല, ഇങ്ങനെ തന്നെ വന്നിട്ട്
ഭഗവത് സേവനയിലൂടെ മാത്രമേ നമുക്ക് ഭഗവത് ഭക്തി കിട്ടുള്ളൂ, അല്ലെ? അത് പ്രത്യേകം പറയുന്നത്. പ്രഭുപാദ് എന്താ പറഞ്ഞത്? ഭക്തിയോട് സേവനം എന്നാണ്. അദ്ദേഹം എപ്പോഴെങ്കിലും ഭക്തി എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടോ? ഇത് എവിടെ നിന്ന് കിട്ടണു? സേവനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത്. അത് എപ്പോ നമുക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നോ അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഈ ഭൗതികതയിലുള്ള താല്പര്യങ്ങൾ കുറഞ്ഞു വരുമ്പോൾ ഓക്കെ അല്ലേ? തീർച്ചയായിട്ടും അത് സാധിച്ചിട്ടുണ്ട്. ഒത്തിരി ഒരുപാട് ഭക്തന്മാർ അങ്ങനെ പ്യൂരിഫൈ ആയി പോയിട്ടുണ്ട്. അത് തെളിയിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വരാൻ പാടില്ല. അവർ ഭഗവാനോട് കൂടുതൽ അടുക്കുന്ന ആൾക്കാർ അത് ഭൗതികമായി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അതിന്റെ വ്യാപ്തി നമുക്ക് കാണാൻ പറ്റില്ല. കാരണം നമ്മുടെ തോളില് ഒത്തിരി കർമ്മങ്ങളുണ്ട് പ്രഭു. അതായത് ഇനി ഒരു 10-25 ജന്മങ്ങൾ എടുത്താലേ ആ കർമ്മങ്ങൾ തീരത്തുള്ളൂ. മനസ്സിലായില്ല? അത്രയും ഭയങ്കരമായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. നമ്മൾ ഈ ജപിക്കുമ്പോൾ നമ്മളെ കർമ്മങ്ങൾ കുറെ കുറയുന്നുണ്ട്. നമ്മൾ ഈ സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ നമ്മളെ കർമ്മങ്ങൾ കുറെ കുറയുന്നുണ്ട്. നമ്മൾ പ്രസാദം കഴിക്കുമ്പോൾ നമ്മളെ കർമ്മങ്ങൾ കുറെ കുറയുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ കുറെ കുറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ശുദ്ധമാവുന്നുണ്ട് നമ്മള്. പക്ഷെ എന്നാൽ പോലും പിന്നെയും ബാക്കി കിടപ്പുണ്ടാവും, അല്ലെ? അത് തീരത്തില്ല. ബ്രഹ്മചാരികൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഭഗവാനെ അത്രയും അങ്ങനെ സ്നേഹിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സദാ ഹരിയായിട്ടിരിക്കുന്നവരാണ്. അവർക്ക് മറ്റൊരു ചിന്ത ഉണ്ടാവില്ല. അവര് ഇതെങ്ങനെ മറ്റുള്ളവർക്ക് എത്തിക്കാം, ഭഗവാന്റെ കാര്യങ്ങൾ എങ്ങനെ എത്തിക്കാം എന്ന് പറഞ്ഞ് മാത്രം ചിന്തിക്കുന്നവരാണ്, അല്ലെ? അവര് പുസ്തകത്തിന്റെ വിതരണത്തിലാണെങ്കിലും ക്ലാസ് എടുക്കുന്നതിന്റെ കാര്യത്തിലാണെങ്കിലും സത്സംഗത്തിന്റെ കാര്യത്തിലാണെങ്കിലും അവര് സദാ അതിൽ മുഴുകിയിരിക്കുകയാണ്. അതായത് ഭഗവത് സേവ, ഭഗവാന്റെ സേവ, ഹരിയുടെ സേവ ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോ ഭഗവാന് തീർച്ചയായിട്ടും ഒരു താല്പര്യം തോന്നൂലേ? അപ്പൊ ഭഗവാൻ വിചാരിക്കും എന്റെ കുഞ്ഞിന് ഇനി ജന്മം വേണ്ട, പക്ഷെ ഇഷ്ടംപോലെ കർമ്മങ്ങൾ അവിടെ കിടപ്പുണ്ട്, അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഭഗവാൻ അതിനുള്ള ഒരു അവസരമാണ് അവർക്ക് കൊടുക്കുന്നത്, അല്ലെ? ഒരു അസുഖം കൊണ്ട് കൊടുക്കും, അല്ലെ? അസുഖം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ആർക്കും വരാത്ത ഒരു അസുഖം കൊണ്ട് കൊടുക്കും, അല്ലെ? ആ അസുഖം അവർ അനുഭവിച്ച് സത്യത്തിൽ അവർ അനുഭവിക്കുന്നില്ല. നമുക്കാണ് അനുഭവം. അവരിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമുണ്ട്. പക്ഷെ അവർ സ്വയം അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർക്കൊരു വിഷമവും ഇല്ല. അവരെ ആനന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ എനിക്കൊരു അവസരം തന്നല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആനന്ദമാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ ഭൗതിക കണ്ണുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ കഷ്ടം, 24 മണിക്കൂർ ഹരകൃഷ്ണൻ പറഞ്ഞ് നടക്കുന്ന ആളാ, അല്ലെ? ദേ കിടക്കണു, ക്യാൻസർ എന്നൊക്കെ പറയുന്നു. അത് എന്ത് കഷ്ടമാണെന്ന് നമുക്ക് തോന്നുള്ളൂ. അത് നമ്മുടെ വൃത്തികെട്ട കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല. ഭഗവാൻ അവർക്ക് നല്ലൊരു അവസരം കൊടുക്കുകയാണ്. എന്തിന്? ഇത് മതി, എന്റെ കുഞ്ഞ് ഈ ജന്മത്തില് അനുഭവിക്കാനുള്ള എല്ലാം അനുഭവിച്ച് പാവങ്ങളെല്ലാം തീർത്തിട്ട് എന്റെ അടുത്തേക്ക് വരട്ടെ എന്നുള്ളൊരു അവസരം ഭഗവാൻ കൊടുക്കുക. പ്രഭുവിന് അത് മനസ്സിലായോ? ഇതാണ് എന്റെ വാസ്തവം. പക്ഷേ ഭൗതികമായിട്ട് ഇരിക്കുമ്പോ നമ്മള് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റുള്ളൂ. കാരണം നമ്മുടെ കണ്ണുകൾക്ക് ആ ഒരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇതാണ് വാസ്തവം. പ്രഭുവിന് എന്തെങ്കിലും പറയാനുണ്ട്? അവരും നമ്മളെപ്പോലെ പിതൃക്കളെ സേവിച്ചു കഴിഞ്ഞവരാണ്. അവരവിടെ തന്നെ ഉണ്ടാവും. അവരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കാണാൻ പറ്റുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു, അവർ വേറെ പോയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവരവിടെ തന്നെ ഉണ്ടാവും. കാരണം അവിടെയൊക്കെ പോയി നമ്മൾ ഇവിടെ 100 കൊല്ലമല്ലേ ജീവിക്കാൻ, അല്ലേ? അവിടെ ചെല്ലുമ്പോ അവരുടെയൊക്കെ ആയുസ് 1000 കൊല്ലോ, അല്ലേ? അപ്പൊ നമ്മളെ 100 കൊല്ലം ജീവിച്ചു വെച്ചോ, ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോ അവരവിടെ തന്നെ കാണും. മനസ്സിലായില്ല? ഈ പിതൃ ലോകത്ത് എന്തിനാണ് പോകുന്നത്? ആത്മാവിന് ഒരു റിലേഷനും ഇല്ല. മനജി അത് അവിടെ ചെല്ലുമ്പോ എല്ലാവരും ഒരുപോലെ ചിന്തിരിക്കും. നമ്മള് എന്തുകൊണ്ട് അവിടെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ചിലര് ആ പിതൃക്കളെയാണ് അവര് പൂജിക്കുക. ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെ അവരെ അവിടെ വെച്ച് പൂജിക്കുന്ന നമുക്ക് കാണാൻ പറ്റും, അല്ലെ? അതെങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതിനെന്തോ മന്ത്രമൂർത്തിന്നോ അങ്ങനെ മൂർത്തിയെന്നോ അല്ലെ എന്താണ് അതല്ല, എന്തൊക്കെ പേരുകൾ പറയാം. അതുകൊണ്ട് യോഗീശ്വരനെന്നും അല്ലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അവരെ പൂജിക്കുന്ന ആൾക്കാരുണ്ട് ഒത്തിരി. അവർ കൃഷ്ണനെയും ശിവനെയും പൂജിക്കത്തില്ല,
അല്ലെ? അവർക്ക് അതാണ് ദൈവം. അവര് ജീവിതം മുഴുവൻ അങ്ങനെ പൂജിക്കുന്നവരാണ് അല്ലെ പ്രഭു? അവരെവിടെ പോകും? അവർ നേരെ പിതൃലോകത്തേക്ക് പോകും, വേറെ അടുത്തും പോകാൻ പറ്റില്ല. കാരണം അവർ ജീവിതകാലം മുഴുവൻ പിതൃക്കളെയാണ് അവര് പൂജിച്ചിരുന്നത്. അതുകൊണ്ടാണ് അല്ലെ? അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് പറ്റിയ അവർക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ അല്ലെ, ഹരകൃഷ്ണ പ്രഭുവിനെ പോലെയുള്ള ആരെങ്കിലും നമ്മൾ കാണും. ഏതെങ്കിലും ഒരു കൃഷ്ണഭക്തനെ കാണും. അതുവഴി നമുക്ക് കൃഷ്ണാപുരത്തിൽ വരാനുള്ള ഒരു ചാൻസ് ഭഗവാൻ തരും അല്ലെ? നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ പിതൃലോകത്തേക്ക് തന്നെ പോകും. ഹരേ കൃഷ്ണ. മറിജി ഇവിടെ 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 പിന്നെ കഴിഞ്ഞോ? നമുക്ക് അവിടെ പോകണ്ട, മതി, കൊള്ളുന്നില്ല. മലയാളിയാണ് എന്റെ ആ പാസ്റ്റിൽ വേല ഇട്ടോളൂ. ഓക്കെ, ഇത് ആരെങ്കിലും അത് പറഞ്ഞാൽ മതി, ചോദിക്കാൻ പറഞ്ഞാൽ മതി. എന്ത് പാപം ചെയ്താലും ചെയ്യില്ലമ്മ പ്രഭു. അതിനനുസരിച്ച് നമുക്ക് പാപം ചെയ്യാനും പാടില്ല. അതല്ല, പാപത്തിന് കുറച്ച് ഒരു ഡിസ്കൗണ്ട് കിട്ടും. കുറേശ്ശെ തീരും. നമ്മുടെ തലയിലുള്ള പാപത്തിന്റെ അളവ് നമുക്ക് അറിയത്തില്ല അല്ലേ? അത് ഇങ്ങനെ തലയ്ക്ക് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കൂടെ പറക്കുന്ന എയർപ്ലെയിനിൽ പോയി തട്ടും. അത്രയ്ക്ക് പാപങ്ങളുണ്ട് ജന്മാന്തരങ്ങളായി. ഭഗവാൻ അല്ലെങ്കിൽ പ്രകൃതിക്കുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ജന്മത്തിൽ നമുക്ക് തരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും അറിയത്തില്ല. പക്ഷെ ഈ പാപം മുഴുവൻ തീരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ്ട് ഒരു 10,000 ജന്മങ്ങൾ എടുക്കേണ്ടി വരും. ഒരു ജന്മം മനുഷ്യജന്മം തന്നെ കിട്ടുന്നത് എത്രയോ കോടി ജന്മത്തിന് ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടുക. അപ്പൊ നമ്മൾ എന്തുമാത്രം കോടി ജന്മങ്ങൾ എടുത്താലാണ് ഈ പാപങ്ങൾ മുഴുവൻ തീരാൻ പറ്റുക എന്ന് നോക്കിയാൽ. മനുഷ്യജന്മത്തിൽ മാത്രമേ ഈ പാപങ്ങളൊക്കെ തീരുള്ളൂ. മൃഗജന്മത്തിൽ വേറെ എന്ത് പറഞ്ഞാലും ഈ പാപങ്ങളും തീരത്തില്ല. അത് എലിമിനേറ്റ് ആയി പോകത്തില്ല. മനസ്സിലായോ? എന്ത് പാപമാണ്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. പൂർവജന്മ ഫലം. പൂർവജന്മങ്ങളിൽ നമ്മൾ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട് അല്ലെ? ഫോർ എക്സാമ്പിൾ പ്രഭു ഇങ്ങനെ പോകുമ്പോഴത്തേന് ഒരാളിങ്ങനെ നടന്നു പോകുന്നു, നടക്കണ്ടില്ലേ? ഇത് നേരെ നടന്നുവിടും. അതൊരു പാപമാണ്. ഒരാളെ നമ്മൾ വെറുതെ കുറ്റം പറയുന്നു, മറ്റുള്ളവരെ കുറിച്ചിട്ട് മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുക, അത് പാപമാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ മോഷ്ടിക്കുക പാപമാണ്. ഒരാളെ കൊല്ലുക പാപമാണ്. മൃഗങ്ങളെ കൊല്ലുക അത് പാപമാണ്. അങ്ങനെയൊക്കെ നമ്മൾ കുറെ ചെയ്തിട്ടില്ലേ? ആ പാപങ്ങള്, അങ്ങനെയുള്ള പാപങ്ങളുടെയൊക്കെ ഫലം നമ്മൾ അനുഭവിച്ചു തന്നെ തീരണം. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ? ന്യൂട്ടൺ പറഞ്ഞത് ഈ കാര്യത്തിൽ വളരെ കറക്റ്റാണ്. ആ പാപങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ അക്കുമുലേറ്റ് ചെയ്ത് നടക്കുവാണ്. ഒരു ജന്മത്തിലല്ല, കോടാനുകോടി ജന്മങ്ങൾ നമ്മൾ ഇങ്ങനെ അക്കുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ? ഈ ജന്മത്തിൽ നമ്മൾ പാപം ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ പാപം നമ്മൾ അനുഭവിച്ചെന്ന് തീരണം. ഫീൽ ചെയ്യില്ല. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ എന്തുമാത്രം അണുക്കളെയാണ് കൊല്ലുന്നത് അതൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ അതിനൊക്കെ ആ പാപത്തിനൊക്കെ നമ്മൾ പകരം ചെയ്തു തന്നെ തീരും. അത് അനുഭവിക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും നമ്മൾ ജനിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതേ തരത്തുള്ളൂ. ഇപ്പൊ പനി വന്നാലും 104 അല്ലേ, 105 വരെയൊക്കെ തരും, അതിൽ കൂടുതൽ തരില്ല. അതുകൊണ്ട് അതാണ് നമുക്ക് നമ്മൾ ഓർമ്മ നമ്മൾ അപ്പൊ ആത്മഹത്യ ചെയ്യും. അത്രയ്ക്കുള്ള തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അതാണ് നമുക്ക് ഓർമ്മ തരാത്തത്. നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ഇതെല്ലാം പുള്ളിക്കാരൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചിത്രഗുപ്തനെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഓരോന്ന് കഴിയുമ്പോൾ അത് വെട്ടിവെക്കൊണ്ടിരിക്കും. മറിഞ്ഞ് അത് സംസ്കാരമാണ് മാറിജി. നമ്മളത് ചെയ്യണം. എന്തോ? എങ്ങനെ നോക്കുമ്പോ? അതല്ല തെറ്റ്. ദർപ്പണമൊക്കെ ചെയ്യുന്നത് നമ്മളുടെ പിതൃക്കളോടുള്ള നമ്മുടെ കടമയാണ്. അത് നമ്മൾ തന്നെ ചെയ്യണം.
ഫോർ എക്സാമ്പിൾ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള പിണ്ടകർമ്മങ്ങൾ അല്ലെങ്കിൽ എന്താണ് അന്ത്യകർമ്മങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. പിന്നെ എല്ലാ മാസവും ചെയ്യണം, വർഷത്തിൽ ചെയ്യണം. അത് നമ്മുടെ കടമയാണ്. അതല്ല ഇതെന്ന് പറയുന്നത്. പിതൃക്കളെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ അവരവരുടെ ഫോട്ടോയൊക്കെ വെച്ച് അവരുടെ രൂപങ്ങളൊക്കെ വെച്ച് പൂജിക്കുന്ന ആൾക്കാരുണ്ട്. മന്ത്രമൂർത്തി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള ആൾക്കാരാണ്. അവർക്ക് ഭയങ്കര സിദ്ധന്മാരാണ്. അവർക്ക് എന്തൊക്കെയോ കഴിവുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും അവർ നമ്മൾ പൂജിക്കാൻ പാടില്ല. നമ്മൾ പൂജിക്കേണ്ട ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്. അതിന് പകരം നമ്മൾ ഇതിലോട്ട് ആയിപ്പോവും. അത് ഓരോരുത്തരുടെയും വാസനയാണ്. എനിക്ക് ഒത്തിരി ആൾക്കാരെ അറിയാം അങ്ങനെയൊക്കെ പൂജിക്കുന്നവര്. അപ്പൊ അങ്ങനെ പൂജിക്കുന്നവര് ആ ലോകത്തിലേക്കാണ് എത്തുക. കാര്യം എന്താണ്? അവരുടെ മനസ്സ് മുഴുവൻ അതാണ്, അവരുടെ അവബോധം മുഴുവൻ അതാണ്. ഇല്ല, അവർ മരിക്കുമ്പോൾ എന്റെ അച്ഛനെന്ന് പറഞ്ഞ അല്ലെങ്കിൽ എന്റെ പിതാവ് എന്ന് പറഞ്ഞിട്ടായിരിക്കും മരിക്കാൻ. അത് നേരെ അങ്ങോട്ട് കേട്ടില്ല. ഉണ്ട്. അത് ഇതിന്റെ മൂത്ത ആശാന്മാരാണ്. നമ്മൾ ഈ പറഞ്ഞതിന്റെയൊക്കെ കുറച്ചുകൂടെ ഈ എന്താണ് കുറച്ചുകൂടെ കൂടുതൽ ശക്തിയുള്ള ആൾക്കാർ. ശക്തിയുള്ളവരെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, തീർച്ചയായിട്ടും. അവർക്കൊക്കെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവരാരും ദേവന്മാരല്ല, ദൈവഗണത്തിലുള്ളവരല്ല, അതിന്റെ താഴെയുള്ളവരാണ്. അത് പക്ഷെ ഓരോരുത്തരുടെ വിശ്വാസം കൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ മറ്റുള്ള അമ്പലങ്ങളിലൊക്കെയാണ് അത് കാണുക. കുടുംബക്ഷേത്രങ്ങളിൽ എന്താണ്? കുടുംബത്തിലുള്ളവരാണ് അല്ലെ? അതില് ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ വർഷിപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. കാര്യം നമ്മളെ ഒരു ഗ്രഹത്തില് ഒരു ഗ്രഹനാഥൻ അല്ലെങ്കിൽ അദ്ദേഹമാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നെങ്കിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ദൈവമാക്കും. അങ്ങനെ നമ്മൾ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കും അല്ലെ? പ്രതിഷ്ഠിച്ച് പൂജ കൊടുക്കും. പൂജ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിലൊരു ശക്തി വരികയാണ് ചെയ്യണം. ഓട്ടോമാറ്റിക്കായിട്ട് ശക്തി വരും. അത് ഏതിനെ ആയിരുന്നാലും ഈ വെറുതെ ഒരു ഫോട്ടോ എടുത്ത് ഈ ഫാൻ നമ്മൾ എന്നും പൂജിച്ചു കഴിഞ്ഞാൽ ആ ഫാനിന് വരെ ശക്തി വരും. അതാണ് നിയമം. പൂജ മന്ത്രവിധി പ്രകാരമുള്ള പൂജ ചെയ്തു കഴിഞ്ഞാൽ അതിനെല്ലാത്തിനും ശക്തി വരും അല്ലെ? നമ്മുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇതാണ്, ആവശ്യമില്ലാത്തതിനാണ് നമ്മൾ പൂജിക്കുന്നത്. നമ്മൾ ആവശ്യമുള്ളതിന് കളഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകണം. മറിയ ഞാൻ ഉത്തരം പറഞ്ഞു മറിജി കാട് കയറി ഒരുപാട് പോകണം. ഹരേ കൃഷ്ണ. നമുക്കിവിടെ നിർത്താമോ? ഹരേ കൃഷ്ണ. വാഞ്ച കൽപതരുപേക്ഷ കൃപാ സിന്ധു പരിധാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. आनंद कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, श्रीमद भगवद गीता ग्रंथराज की जय।